Hi all, welcome to Encyclopedia. സൂപ്പർമാൻ ഡയറക്റ്റഡ് ബൈ ജെയിംസ് ഗൺ. ജെയിംസ് ഗണ്ണിൻ്റെ സൂപ്പർമാൻ, അതായത് ജെയിംസ് ഗണ്ണ് തന്നെ ചെയർമാൻഷിപ്പ് വഹിക്കുന്ന DCU എന്ന പുതിയ DC സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റായ സൂപ്പർമാൻ ഇന്നലെ തിയേറ്ററിൽ നിന്ന് കണ്ട് ഇരിക്കുകയാണ്. സൂപ്പർമാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്, ഈ സിനിമ എങ്ങനെയൊക്കെ ഹൈപ്പിനൊപ്പം ഇത് പുലർത്തിയോ, പിന്നെ ജെയിംസ് ഗണ്ണിന് നമുക്ക് ഓൾറെഡി അറിയാം, ഇതിനു മുമ്പേ ചെയ്തതൊക്കെ പൊന്നാക്കിയ ഒരു ഡയറക്ടറാണ്. ഇതും യെറ്റ് അനദർ ഗോൾഡ് ബൈ ജെയിംസ് ഗൺ ആണോ എന്നൊക്കെ നമുക്ക് വീഡിയോ കൂടെ പറയാം. നമ്മൾ ഡീറ്റെയിൽഡ് റിവ്യൂലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ, സിനിമയെ പറ്റി പറയുന്നതിന് മുന്നേ തന്നെ നമുക്ക് സൂപ്പർമാനെ പറ്റി ആദ്യം ഒന്ന് പറയാം. സൂപ്പർമാൻ എന്ന് പറഞ്ഞാൽ ഏത് പ്രായക്കാർക്കും ആവട്ടെ, അതിപ്പോൾ ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്ന യുവാക്കളോ അല്ലെങ്കിൽ ചിലപ്പോൾ 90 വയസ്സായ ആൾക്കാർക്ക് പോലും ഇപ്പം നിങ്ങൾക്കൊരു സൂപ്പർ ഹീറോനെ അറിയുമോ ചോദിച്ചാൽ അവർ ആദ്യം പറയുന്ന ചുരുക്കം പേരുകളായിരിക്കും സൂപ്പർമാൻ, ഈ സ്പൈഡർമാൻ, അതുപോലെ കുറച്ച് ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഒരു സൂപ്പർ ഹീറോ എന്ന് ആദ്യം പറയുമ്പോൾ നമുക്ക് മൈൻഡിൽ വരുന്ന ഒരു മുഖമാണ് ആ സൂപ്പർമാൻ എസ്സും. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ആരെങ്കിലും തൻ്റെ ബാക്കിലൊരു റെഡ് കേപ്പോ അല്ലെങ്കിൽ തുണിയോ കെട്ടി, അല്ലെങ്കിൽ നിങ്ങൾ പാൻറ്റിൻ്റെ മുകളിൽ നിങ്ങളുടെ അണ്ടർവെയർ വെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇരിക്കും, അതിന് നീ ആരാ, സൂപ്പർമാൻ ആണോ? അപ്പം അത്രത്തോളം ഒരു തലമുറകളെയും ലോകത്തിലെ തന്നെ പോപ്പ് കൾച്ചറിലെ ഇത്ര ഇൻഫ്ലുവൻഷ്യലായ വൺ ഓഫ് ദ ടോപ്പ് സൂപ്പർ ഹീറോസ് വേറെ ഇല്ല. സൂപ്പർമാൻ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ലെഗസി ഉള്ള ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് ജെയിംസ് ഗൺ അവതരിപ്പിച്ചത്, അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നതിൽ 100% നീതി പുലർത്തിയെന്നൊക്കെ നമുക്ക് പറയാം. അതിന് മുന്നേ ഞാൻ പറയാം, ഇത്രയും ലെഗസി ഉള്ളൊരു ക്യാരക്ടറാണ് സൂപ്പർമാൻ എന്ന് പറയുമ്പോൾ. എൻ്റെ ചൈൽഡ്ഹുഡ് ഹീറോ അല്ല, ഐ വാസ് ലിറ്ററലി ഒബ്സസ്ഡ് വിത്ത് ദിസ് ക്യാരക്ടർ വെൻ ഐ വാസ് കിഡ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കുട്ടിയാകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ ബാഗ്, കിറ്റ്, അതുപോലെ തന്നെ ഈ ബോക്സ്, പിന്നെ ഈ നെയിം സ്ലിപ്പ്, അങ്ങനെ എല്ലാ സാധനത്തിലും സൂപ്പർമാൻ്റെ ഒരു സംഭവം ഉണ്ടായി. ഞാനത് തിരഞ്ഞു പിടിച്ച് വാങ്ങുന്ന ഒരു സാധനമാണ്. അത്രത്തോളം സൂപ്പർമാൻ ആവണം, അല്ലെങ്കിൽ അത്രയും ഒരു സൂപ്പർ നാച്ചുറൽ പവർ, സൂപ്പർ സ്ട്രെങ്ത് ഒക്കെ കിട്ടണം, പറക്കണം എന്നൊക്കെ ഉള്ളൊരു അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തൊരു ക്യാരക്ടറാണ്. ചെറുപ്പം മുതലേ ഈ സൂപ്പർമാൻ കണ്ടൻറ്റ് എന്താ പറയുക, കണ്ടും അല്ലാണ്ടെയും പിന്നെ കുറച്ച് വലുതായപ്പം കോമിക്സൊക്കെ തിരഞ്ഞു പിടിച്ച് ഇങ്ങനെ വായിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ പിന്നെ കാർട്ടൂണുകളും അല്ലാണ്ടുള്ള സിനിമകളും ലൈവ് ആക്ഷൻ സിനിമകളും ആനിമേഷൻ എല്ലാം കണ്ട് വളർന്ന ഒരു ക്യാരക്ടറാണ് സൂപ്പർമാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അത്രത്തോളം ലോകത്ത് തന്നെ ഒരു ഇത്രയും ഫേമസ് ആയ മറ്റൊരു സൂപ്പർ ഹീറോ ചുരുക്കമായിരിക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ ജെയിംസ് ഗണ്ണിൻ്റെ കൈമ കിട്ടിയപ്പോൾ നമുക്ക് ലഭിച്ചതെന്ന് വെച്ചാൽ തീർത്തും കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കോമിക് ബുക്ക് കമ്മിങ് ടു എ ലൈഫ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു സൂപ്പർമാൻ. അങ്ങനത്തെ ഒരു രീതിയിലുള്ള സൂപ്പർമാനാണ് നമ്മുടെ ജെയിംസ് ഗണ്ണ് ഡേവിഡ് കോൺസെപ്റ്റിനെ വഴി അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ഏതായാലും വളരെ കിടിലനായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ടു വളർന്ന ആ ഒരു ചെറുപ്പത്തിലുള്ള ഒരു സൂപ്പർമാൻ, ഞാൻ നേരത്തെ ഈ സൂപ്പർമാൻ്റെ കുറേ ലെഗസീൻ്റെ കാര്യം പറഞ്ഞു. എൻ്റെ പേഴ്സണൽ ലൈഫിൽ സൂപ്പർമാൻ എത്രത്തോളം ചെറുതാകുമ്പോൾ തൊട്ടേ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നൊക്കെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ആ ചെറുപ്പം മുതലേ കണ്ടുവന്ന സൂപ്പർമാനൊക്കെ എന്ന് പറയുന്നത് ഫ്രണ്ട്ലി നെയ്ബർഹുഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എപ്പോഴും ആൾക്കാരെ രക്ഷിക്കുകയും എന്തെങ്കിലും ആപത്ത് വന്ന ആ കേപ്പിട്ട് പറന്നു വരുന്നൊരു അത്രയും സ്വീറ്റ് ചാർമിങ് ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു സോഫ്റ്റ് ബോയ് സൂപ്പർമാനൊക്കെയാണ് ഞാൻ കണ്ടു വളർന്നത്. പിന്നെ അതിന് ശേഷം കാലം മാറി, ഞാനും വലുതായി. അതിനുശേഷം നമ്മുടെ 2013 മാൻ ഓഫ് സ്റ്റീൽ വന്നതിന് ശേഷമാണ് നമ്മുടെ ഐ തിങ്ക് സൂപ്പർമാൻ എന്ന ക്യാരക്ടർ കുറച്ചുകൂടെ ഡാർക്ക്, അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക, ഈ ഒരു സോഫ്റ്റ് ബോയ് വിട്ടിട്ട് കുറച്ചുകൂടെ ഒരു മോർ ലൈക്ക് ഒരു കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള ഒരു വേർഷൻ നമുക്ക് കിട്ടിയത്. അത് സാക്ക് സ്നൈഡറിൻ്റെ വേർഷൻ ഓഫ് സ്നൈഡർ യൂണിവേഴ്സിൽ എന്ന് പറയാം. സ്നൈഡർ വേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം ഫുൾ ഡാർക്കാണ്. സൂപ്പർമാനും അതിനനുസരിച്ച് അത്യാവശ്യം ഡാർക്കായിട്ടുണ്ട്. ഡാർക്ക് മീൻസ് ആ ക്യാരക്ടറിൻ്റെ മോറൽ കാര്യങ്ങളൊക്കെ സെയിം ആണെങ്കിലും നമുക്ക് ആ സ്നൈഡർ വേഴ്സിൽ ഐ ഡോണ്ട് തിങ്ക് ആൾക്കാരെ രക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സോഫ്റ്റ് ബോയ്, ഈ ജനങ്ങളെ മനസ്സിലെ നായകൻ എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ കുട്ടികളെയും മൃഗങ്ങളെയും ഇതിനെയും പറന്ന് നടന്ന് വലിയ അടികൾക്കിടയിൽ രക്ഷിക്കുന്ന വേർഷൻ ഓഫ് സൂപ്പർമാൻ സ്നൈഡറിൻ്റെ യൂണിവേഴ്സിൽ ഏതായാലും നമുക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷേ അതാണ് ദ കോർ ഓഫ് സൂപ്പർമാൻ. ആ സൂപ്പർമാൻ ആണ് ദ OG സൂപ്പർമാൻ. കോമിക്ക് തൊട്ട് ഞാൻ നേരത്തെ പറഞ്ഞ, ഞാൻ ചെറുതാകുമ്പം കണ്ട ആനിമേഷൻ എല്ലാത്തിലുള്ള OG സൂപ്പർമാൻ. ആ സൂപ്പർമാനെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. ഐ മീൻ ഒരു ഒതൻറ്റിക് സൂപ്പർമാൻ്റെ കോർ ലൈവ് ആക്ഷൻ സിനിമയിലേക്ക് ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ജെയിംസ് ഗൺ ചെയ്ത് കാണിച്ചത്.
ഒത്തൻറ്റിക് എന്ന ഒരു വേർഡ് അല്ലാണ്ട് അതിനെക്കാട്ടും ബെറ്റർ ഒരു വേർഡ് എനിക്ക് യൂസ് ചെയ്യാൻ കിട്ടുന്നില്ല. അതാണ് ഒരു പെർഫെക്റ്റ് വേർഡ് എന്ന് വേണം പറയാൻ. കാരണം ഒത്തൻറ്റിക്കായിട്ട് എന്താണ് സൂപ്പർമാൻ എന്ന് മീൻ ചെയ്യുന്നത് അത് തന്നെ എക്സാക്ട്ലി ഒരു ലൈവ് ആക്ഷനിലേക്ക് ഇട്ട് എങ്ങനെ ഉണ്ടാവും, അതാണ് ജെയിംസ് ഗൺ ഈ സിനിമയിലൂടെ ചെയ്തത്. അത് ഞാൻ വളരെ ഹാപ്പിയാണ്. പിന്നെ ഇതിനിടയിൽ ഈ കുറച്ച് ഏതാനും വർഷങ്ങൾക്ക് മുന്നേ ജനിച്ച ആൾക്കാർക്ക് സൂപ്പർമാൻ മേ ബി ഹെൻറി കാവിലിൻ്റെ ആ ഒരു വേർഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും തോളം ഡേവിഡ് കോറൻസെറ്റിൻ്റെ സൂപ്പർമാൻ ഹെയ്റ്റ് കിട്ടുന്നത്. പക്ഷേ OG സൂപ്പർമാൻ എന്താണെന്ന് എങ്ങനെ പോയാലും ഏർലി 2000s ജനിച്ച എൻ്റെ പോലെ അല്ലെങ്കിൽ 90s കിഡ്സിനോടൊക്കെ ചോദിച്ചാൽ അവരെ ആ ഒരു സൂപ്പർമാൻ, ദിസ് ഈസ് മൈ സൂപ്പർമാൻ എന്ന് പറയാനുള്ള രീതിയിലുള്ളൊരു സൂപ്പർമാനെ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് കൊല്ലത്തിന് ശേഷം നമുക്ക് ഒരു സിനിമയിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ജെയിംസ് ഗണ്ണിൻ്റെ ഇപ്പോൾ ഇറങ്ങിയ സൂപ്പർമാനിലൂടെയാണ്. അപ്പം ഇങ്ങനെയാണ് ഈ സൂപ്പർമാൻ, ഈ ഒരു സൂപ്പർമാൻ, ഈ വേർഷൻ ഓഫ് സൂപ്പർമാനാണ് ഈ സിനിമയിൽ ലഭിച്ചത്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അല്ലാണ്ട് നമ്മുടെ ഹെൻറി കാവിൽ ചെയ്ത് വെച്ചൊരു ബെഞ്ച് മാർക്ക് ഉണ്ട്. അത് മേ ബി ഹീ ഈസ് മൈ ഫേവറേറ്റ് സൂപ്പർമാൻ ഓഫ് ഓൾ ടൈം എന്ന് വെച്ചാലും ഈ ആ ഒരു ക്യാരക്ടറിൻ്റെ വേറൊരു ടോണാണ് നമുക്ക് ഈ ഫിലിമിൽ കാണാൻ സാധിച്ചത്. അതാണ് സൂപ്പർമാൻ എന്ന ക്യാരക്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ടോണാണ് ചെയ്തത്. സ്നൈഡറിൻ്റെ വേർഷൻ ഓഫ് യൂണിവേഴ്സിൽ ആ ഒരു ടോണുള്ളൊരു രീതിയിലുള്ള സൂപ്പർമാനോ സ്നൈഡറിന് കുക്ക് ചെയ്യാൻ പറ്റുമോ? അല്ലാണ്ട് ഈ സ്നൈഡർ വേഴ്സസ് ഗൺ ഫാൻസിൻ്റെ ഫൈറ്റ് നമ്മളിതിൽ നോക്കണ്ട. അപ്പം അങ്ങനെ ഒരു സൂപ്പർമാൻ, 2 വെറൈറ്റി ഓഫ് സൂപ്പർമാൻസാണ്. ഇപ്പോൾ ഹെൻറി കാവിൽ ചെയ്തത് അത്രയും കിടിലനായിട്ട് വേറൊരു ആളിഞ്ഞിപ്പോൾ ആ റോളിൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ഹെൻറി കാവിലിൻ്റെ മികവ്. പക്ഷേ ഈ ക്യാരക്ടർ വൈസ് സൂപ്പർമാൻ എന്താണെന്ന് കാണിച്ചു തന്ന, അല്ലെങ്കിൽ സൂപ്പർമാൻ ആണ് ഉള്ളതെന്ന് കാണിച്ചു തന്ന സിനിമ ഐ തിങ്ക് ഇറ്റ്സ് ദിസ് സൂപ്പർമാൻ ദാൻ സ്നൈഡേഴ്സ് മാൻ ഓഫ് സ്റ്റീൽ. സോ ആ ഒരു കാര്യത്തിൽ അതാണ് മെയിൻ ഈ ഒരു ഫിലിമിലെ ഏറ്റവും പോസിറ്റീവ്. എന്താണ് സൂപ്പർമാൻ എന്നാണ് ഈ സിനിമയിൽ കാണിച്ചത്. സൂപ്പർമാൻ എന്ന് പറഞ്ഞ ടേം തന്നെ നമുക്കറിയാം, ഹീസ് ഇൻവിൻസിബിൾ, സൂപ്പർ സ്ട്രെങ്ത് ഉണ്ട്, തോൽപ്പിക്കാൻ പറ്റില്ല, ഹൈ സ്പീഡിൽ പോകാൻ. ബട്ട് നോ, നമ്മുടെ സ്നൈഡറിൻ്റെ ഇതിലൊന്നും നമ്മൾ അങ്ങനെ സൂപ്പർമാൻ ഡിഫീറ്റ് ആവുമെന്ന് കണ്ടിട്ടില്ല. ആകെ കണ്ടത് മറ്റേ ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാനിൽ, അതും ക്രിപ്റ്റനൊക്കെ വെച്ചിട്ട് കൊല്ലുന്നതാണ്. അല്ലാണ്ട് ഈ ഒരു സൂപ്പർമാൻ അങ്ങനെയല്ല. സൂപ്പർമാൻ ഈസ് നോട്ട് സുപ്പീരിയർ ഇൻ ദിസ് ഫിലിം. സൂപ്പർമാൻ കുറേ തോൽക്കുന്നുണ്ട്, കുറേ അടി കിട്ടിയിട്ട്, അതും വലിയ വലിയ ഈ വില്ലൻസ് അല്ലെങ്കിൽ അങ്ങനെ ആരോടും അല്ല, ചെറുതും വലുതുമായ എല്ലാ വില്ലന്മാരോടും ഏറ്റുമുട്ടുമ്പം എന്താ പറയുക, സൂപ്പർമാൻ എക്സോസ്റ്റഡ് ആവുന്നുണ്ട്. സൂപ്പർമാൻ ബ്രൂട്ടലി എന്താ പറയുക, അടി കിട്ടുന്നുണ്ട്. അടി കൊടുക്കുക മാത്രമല്ല, കുറേ തവണ സൂപ്പർമാൻ വീഴുന്നുണ്ട്. അത് ആ ഒരു ക്യാരക്ടറിൻ്റെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഏതൊരു സൂപ്പർ ഹീറോ അല്ലെങ്കിൽ സൂപ്പർമാൻ പോലും സോ കോൾഡ് ഒരു ഗോഡാണ്. ആ ഒരു ഗോഡ് പോലും എന്താണ് അത്രയും പവർഫുൾ അല്ല. എല്ലാവരും വീഴും, എല്ലാവർക്കും ഒരു ഡൗൺ പോയിൻ്റ് ഉണ്ട്, എല്ലാവരും ഇൻവിൻസിബിൾ അല്ല, എല്ലാവർക്കും ഒരു വീക്ക് പോയിൻ്റ് ഉണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു സൂപ്പർമാനാണ് ഈ ഒരു പടത്തിൽ നോക്കി വെച്ചത്. അല്ലാണ്ട് ഓവർ ഗ്ലോറിഫൈ ചെയ്ത് സൂപ്പർമാനെ തൊടാൻ പോലും പറ്റാത്ത നമ്മുടെ ഈ ജസ്റ്റിസ് ലീഗിലൊക്കെ നമ്മൾ കണ്ടു. മറ്റേ ജസ്റ്റിസ് ലീഗിലെ എൻ്റയർ സ്ക്വാഡ് ഈ നമ്മുടെ സൂപ്പർമാൻ്റെ ഒരു റിസറക്ഷൻ സീനിന് ശേഷം ഒരു സ്ലോ മോഷൻ ഫൈറ്റ് ഉണ്ട് ജസ്റ്റിസ് ലീഗിൽ. ഈ ഫ്ലാഷൊക്കെ ഇങ്ങനെ ഹൈ സ്പീഡിലൂടെ, അപ്പോൾ ഫ്ലാഷിൻ്റെ ആ ഒരു ടൈം പോസ് ചെയ്യുന്ന സെറ്റപ്പ് പോലും ഭേദിക്കാൻ കഴിയുന്നൊരു ഇൻവിൻസിബിൾ ലെവൽ ഓഫ് സൂപ്പർമാനാണ് നമുക്ക് മറ്റേ കണ്ടത്. ലിറ്ററലി ഒരു ഗോഡ് സൂപ്പർമാൻ, ഗോഡായ എന്ന് പറഞ്ഞാൽ ഗോഡിൻ്റെ ഒരു പീക്ക് പൊട്ടൻഷ്യലാണ് സ്നൈഡറിൻ്റെ കണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സൂപ്പർമാൻ തന്നെ പറയുന്നുണ്ട്, ഐ ആം സ്കാർഡ് വെൻ ഐ ആം വേക്കിംഗ് അപ്പ്. എന്താണ്, ഞാൻ തോൽക്കുമെന്നോ, എനിക്ക് ആൾക്കാരെ രക്ഷിക്കാൻ പറ്റാണ്ട് ആകുമെന്നോ, ഞാൻ കാരണം കുറേ പേരുടെ ജീവൻ ആപത്തിലാകുമെന്നൊക്കെ പറഞ്ഞ സൂപ്പർമാൻ തന്നെ തനിക്ക് തന്നെ ഒരു പേടിയുണ്ട്. ഇത്രയും വലിയൊരു ഗോഡാണ്, ഇത്രയും സൂപ്പർ സ്ട്രെങ്ത് ഉണ്ട്, ഇൻവിൻസിബിൾ ആണെങ്കിൽ പോലും തോൽക്കുന്നുള്ള ഭയവും തോൽക്കുന്നുമുണ്ട്. അതിനനുസരിച്ച് അതൊക്കെ സൂപ്പർമാൻ എന്ന ക്യാരക്ടറിൻ്റെ ഒരു ഹ്യൂമൻ സൈഡ് നമുക്ക് കാണിച്ചാൽ, എനിക്ക് തോന്നുന്നു ഇതിലും വൃത്തിയായി കാണിച്ച വേറൊരു സൂപ്പർമാൻ പടം വേറെ ഇല്ല. അത്രയും കോമിക്കലി ആക്യുറേറ്റ് ആയ ഒരു പടമാണ് സൂപ്പർമാൻ എന്നാണ് ജെയിംസ് ഗൺ. സോ ഒരു ഓവർ ഗ്ലോറിഫൈ ചെയ്യുന്നത് ഈ ക്യാരക്ടറിൻ്റെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് അനുസരിച്ച് ഈവൻ സൂപ്പർമാന് പോലും അതിൻ്റേതായ വീക്ക്നെസ്സും ഡൗൺ പോയിൻറ്റും ഇമോഷണലിയും ഡൗൺ ആവും, ഇപ്പം എൻ്റെ ഫിസിക്കലിയും ഡൗൺ ആവാൻ ഒക്കെ സാധിക്കും. ആരും ഒരു മനുഷ്യനും സുപ്പീരിയർ അല്ല എന്ന് ഉള്ളൊരു ഇൻഡയറക്റ്റ് മെസ്സേജും ജെയിംസ് ഗൺ തരുന്നുണ്ട്. അങ്ങനെ ആ രീതിയിലൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഫിലിം ചെയ്തത്. ഒരു കിടിലം പടം തന്നെയാണ്. കിടിലം സൂപ്പർമാൻ ഫാൻസ്, എസ്പെഷ്യലി ആ കോമിക്കും കാർട്ടൂണൊക്കെ ഞാൻ പറഞ്ഞ മാതിരി വായിച്ച് വളർന്ന ആൾക്കാർക്ക് അവർ കണ്ട ആ ഒരു പഴയ അവരുടെ സൂപ്പർമാൻ കമ്മിങ് ടു റിയൽ ലൈഫ് എങ്ങനെയാണോ അതാണ് അക്ഷരാർത്ഥം തുടക്കം മുതൽ ഒടുക്കം വരെ ഈ സിനിമ.
ഇതിൻ്റെ ഫസ്റ്റ് ഫ്രെയിം തൊട്ട് ലാസ്റ്റ് ഫ്രെയിം വരെ അങ്ങനത്തെ ഒരു സൂപ്പർമാൻ നമുക്ക് കിട്ടും. ഒരു പക്ക മാർവൽ യൂണിവേഴ്സിലൊരു സൂപ്പർമാൻ വിത്ത് ജോയ് വൈബൊക്കെ എങ്ങനെയാണോ അങ്ങനത്തെ ഒരു സൂപ്പർമാൻ, വീക്ക്നെസ്സും എല്ലാം ഉള്ളൊരു സൂപ്പർമാൻ. ഇപ്പോൾ പടം കിട്ടില്ല, പടം അടിപൊളിയാണ്. വിചാരിച്ച അതേമാതിരി തന്നെയുള്ള ഒരു സാധനമാണ് ജെയിംസ് ഗൺ ഡെലിവർ ചെയ്തത്. സോ ഇറ്റ്സ് എ സൂപ്പർമാൻ ഫാൻ ആൻഡ് കോമിക് ബുക്ക് മൂവീസ് അങ്ങനെ DC ഫാൻ. നല്ല പ്രൗഡായിട്ട് നമുക്ക് ഉയർത്തി പിടിക്കാനുള്ള രീതിയിലുള്ള ലെവൽ ഓഫ് എന്താ പറയുക സെറ്റപ്പാണ് ഈ ഫിലിം ചെയ്ത് ഇതിൻ്റെ ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇമോഷനും ക്യാരക്ടറൈസേഷനും. സ്നൈഡർ ഫിലിംസിൽ നമുക്ക് പല സമയത്തും ഈ വലിയ CGI ഫൈറ്റും ഇവരുടെ സ്ട്രെങ്ത്ത് ഇത്രയും പീക്കാണെന്നൊക്കെ കാണിക്കാനുള്ള ഇതിൻ്റെ ഇടയിൽ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഇമോഷണൽ ഡെപ്ത്, അവരുമായിട്ടുള്ള ബോണ്ടിങ്, അതിൻ്റെ ഇടയിലുള്ള ചെറിയ ചെറിയ തമാശകൾ, മറ്റേ ബാൻഡേഴ്സ് ഒക്കെ അങ്ങനെ അങ്ങ് പെട്ടെന്ന് കണക്റ്റ് ആയിട്ടില്ല. അല്ലെങ്കിൽ എമൗണ്ടിൽ നോക്കുകയാണെങ്കിൽ കുറവാണ് കമ്പാരിറ്റീവ്ലി. പക്ഷെ ഇവിടെ അതെല്ലാം പെർഫെക്റ്റാണ്. ജോയ് ഇതിൽ എന്താ പറയുക, നമുക്ക് ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷണലി നമുക്ക് കണക്റ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ സ്ട്രെങ്ത്ത് കണ്ടിട്ട് നമുക്ക് എന്താ പറയുക ഒരു അഡ്രിനൽ കിട്ടുന്നുണ്ട്. എല്ലാ വയസ്സും ഇറ്റ്സ് എ പാക്കേജ് കംപ്ലീറ്റ്. എന്താണ് നമ്മൾ റോളർ കോസ്റ്റർ റൈഡ് എന്നൊക്കെ പറയുന്ന കാര്യം തന്നെ, അതെ എല്ലാം ഉണ്ട്. എല്ലാ ഇമോഷനും ഉണ്ട്, എല്ലാ ഫൺ മെറ്റീരിയലും ഉണ്ട്, ചിരിക്കാനും ഉണ്ട്, അതുമായി തന്നെ ആവേശം കൊള്ളാനും, അങ്ങനെ ഒരുപാട് എല്ലാ സാധനവും ഉള്ളത്. ഈ 2 മണിക്കൂറിൻ്റെ അടിയിൽ ജെയിംസ് ഗൺ ഒരു പക്ക കോമിക് ബുക്കിൻ്റെ ഒരു നമ്മൾ പാനലൊക്കെ വായിക്കുന്ന ചില സീൻസൊക്കെ കോമിക് ബുക്ക് പാനൽസ് എങ്ങനെ ഉണ്ടാവും അത് അങ്ങോട്ട് ലൈവ് ആക്ഷനിൽ വന്ന മാതിരിയുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സീനൊക്കെ ഉണ്ട് നമ്മുടെ സൂപ്പർമാൻ മറ്റേ കണ്ണിൽ ഒരു ലേസർ ബീം വെച്ചിട്ട് കുറേ സാധനങ്ങൾ അങ്ങനെ കരിച്ചു വിടുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതായത് പക്ക ഒരു കോമിക് ബുക്ക് പാനൽ DCൻ്റെ പഴയ നമ്മൾ സൂപ്പർമാൻ്റെ പാനൽ ഇങ്ങനെയാണോ ലൈവ് ആക്ഷൻ ചെയ്തിട്ടുണ്ടാവും അങ്ങനെയുള്ളൊരു രീതിയിൽ അത് എടുത്ത് വെച്ചിരിക്കുന്നത്. സോ ജെയിംസ് ഗണ്ണിൻ്റെ ഫിലിം മേക്കിംഗ് സ്കിൽസ് ആൻഡ് ആ ചങ്ങായിൻ്റെ വിഷൻ, ട്രൂ എസൻസ്, ഒരു കോമിക് ബുക്ക് അല്ലെങ്കിൽ ആ ഒരു പോപ്പുലറായ ക്യാരക്ടറിൻ്റെ ട്രൂ എസൻസ് റൂട്ട്സിൽ നിന്ന് പിടിതെടുത്തിട്ട് അത് ക്യാമറയിൽ കൂടെ ആവിഷ്കരിക്കാൻ I don't think there is any other director who tops than James Gunn in recent times. അതിപ്പോൾ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി നമുക്ക് കാണാം, അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ പീസ് മേക്കർ ഷോ, അതുപോലെ തന്നെ സൂയിസൈഡ് സ്ക്വാഡ് എല്ലാത്തിലും അങ്ങനെയാണ്. സൂപ്പർമാനിലും അത് ആവർത്തിച്ചു. സോ ജെയിംസ് ഗൺ ജസ്റ്റ് ഡിഡ് വാട്ട് ഹീ ഈസ് ബെസ്റ്റ് അഗെയിൻ വിത്ത് സൂപ്പർമാൻ. ഇതിലുള്ള വേറെ ക്യാരക്ടേഴ്സ് ലെക്സ് ലൂതർ ആയിട്ട് നമ്മുടെ നിക്കോളസ് ഹോൾട്ട് കിടിലനായിരുന്നു. ലിറ്ററലി നമുക്ക് തല്ലാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ഈ ലെക്സ് ലൂതർ. സോ അങ്ങനെ തന്നെ അടിച്ച് കരണ പൊട്ടിക്കാനുള്ള രീതിയിലുള്ളൊരു ക്യാരക്ടറൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അത് അത്രയും നല്ല രീതിയിൽ ചെയ്താലേ നമുക്കങ്ങനെ തോന്നും. അത് നിക്കോളസ് ഹോൾട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ജെസ്സി ഐസൻബർഗോ സംതിങ്, ഐ ഡോണ്ട് റിമെമ്പർ ഹിസ് നെയിം, മറ്റേ സോഷ്യൽ നെറ്റ്വർക്ക് പടത്തിലൊക്കെയുള്ള ചങ്ങായിരുന്നു. അതിൻ്റെ മുന്നേ സ്നൈഡറിൻ്റെ യൂണിവേഴ്സ് ചെയ്തത്. പുള്ളിക്കാരൻ അത്യാവശ്യം നന്നായി ചെയ്തു. പക്ഷേ കോമിക് ബുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക സൂപ്പർമാനെ ഒന്ന് കേൾക്കുമ്പോൾ തന്നെ അപ്പം തന്നെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നൊരു രീതിയിലുള്ളൊരു ലെക്സ് ലൂതർ പക്ക കോമിക്കലി ആക്യുറേറ്റ് ആക്കിയിട്ട് നമുക്ക് കിട്ടിയത് അത് ഈ നിക്കോളസ് ഹോൾട്ടിൻ്റെ വെർഷനാണ് ലെക്സ് ലൂതറാണ്. പിന്നെ നമ്മുടെ ലോയിസ് ലെയിൻ അടിപൊളിയാണ്. ലോയിസ് ലെയിൻ, ഓ മൈ ഗോഡ്, ഷീ വാസ് സോ ഗുഡ് ലുക്കിംഗ് ഇൻ ദിസ് ഫിലിം. സൂപ്പർമാന് വേറെ ഒന്നും വേണ്ട, സൂപ്പർമാൻ പവറൊന്നും അല്ല, ഹീ വോൺ ലൈഫ്, ഷീ ഈസ് ജസ്റ്റ് ഓസം. ഐ മീൻ ഇതിന് മുന്നേ നമ്മൾ വേറെ എത്രയോ ലോയിസ് ലൈനിലെ ലൈഫ് ആക്ഷനിൽ കണ്ടിട്ടുണ്ട്. ബട്ട് ഒരു ക്യൂട്ട് ചാർമിങ്, ഐ മീൻ ഇത്രയും ക്യൂട്ടസ്റ്റ് ലോയിസ് ലൈനെ വേറൊരു സൂപ്പർമാൻ ഫിലിമിലോ സീരീസിലോ ഒന്നും കണ്ടിട്ടില്ല. സോ ഷീ വാസ് ഗുഡ്, ഐ മീൻ ഷീ വാസ് റിയലി നൈസ്. പിന്നെ ഇവരുടെ കെമിസ്ട്രി, ഈ ഡേവിഡ് കോൺസെപ്റ്റും പിന്നെ ഈ ലോയിസ് ലൈനെ ചെയ്ത റേച്ചൽ ബ്രോഷൻ ആൻഡ് സംതിങ്, പുള്ളിക്ക് അതിന് കെമിസ്ട്രി കിട്ടിയില്ലെന്നായിരുന്നു. കെമിസ്ട്രി അടിപൊളിയായിരുന്നു. സോ ഇറ്റ് വാസ് സോ സ്വീറ്റ് ടു സീ ദം ബോത്ത് ഓൺ സ്ക്രീൻ. രണ്ടാളും മുട്ടൻ ലുക്കാണ്, മുട്ടൻ ക്യൂട്ട് ഗൈസ് എല്ലാതും. പിന്നെ സൈഡ് ക്യാരക്ടേഴ്സ് ജെയിംസ് ഗണ്ണിൻ്റെ വീക്ക്നെസ് അതാണ്. വീക്ക്നെസ് മീൻസ് പോരായ്മയെല്ലാം പുള്ളിക്കാരൻ്റെ മെയിൻ സ്ഥലം അതാണ്. കാരണം സൈഡ് ക്യാരക്ടേഴ്സ് ചിലപ്പോൾ C ടയർ ഓർ B ടയർ ക്യാരക്ടേഴ്സിനെയൊക്കെയാണ് കോമിക്സിൽ നിന്ന് പൊക്കിയെടുത്തിട്ട് സിനിമയെ കൊണ്ടിട്ട് മാൻ ഓഫ് ദ മാച്ച് ലെവലാക്കാനുള്ള രീതിയിൽ പുള്ളിക്കാരൻ ചെയ്തേക്കാം. അതുപോലെ ഒരുപാട് നമ്മുടെ ജസ്റ്റിസ് ഗ്യാങ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് നമ്മുടെ ഗ്രീൻ ലാൻറ്റേൺ, അതുപോലെ ഹോക്ക് ഗേൾ, പിന്നെ മിസ്റ്റർ ടെറിഫിക്കോ സംതിങ്, അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ഒരു ബി ടീം ലെവൽ കോമിക്സിലൊക്കെ ഉള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എക്കാലത്ത് ഓർത്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചുരുങ്ങിയ സമയത്ത് അവർക്ക് സ്പേസൊക്കെ കൊടുത്തിട്ട് കിട്ടില്ലെന്നായി ചെയ്തിട്ടുണ്ട്. സോ സൈഡ് ക്യാരക്ടേഴ്സ് എല്ലാം അടിപൊളിയുണ്ട്. പിന്നെ ഈ പടത്തിൽ എടുത്ത് പറയേണ്ട ഒരു മുതലുണ്ട്, അത് ഒരു കംപ്ലീറ്റ്ലി CGI ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറാണ് എന്നാണ് തോന്നുന്നത്. യെസ്, മേ ബി ഒരു റിയൽ ലൈഫ് ഡോഗിൻ്റെ ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടാകും, പക്ഷേ CGI ക്യാരക്ടറാണ്. സോ ജെയിംസ് ഗണ്ണിൻ്റെ പടത്തിലെ CGI ക്യാരക്ടേഴ്സിനെ നമുക്കറിയാലോ, അതൊക്കെ എക്കാലത്തെ ഒരു
നമുക്ക് മറക്കാനാവാത്ത കുറച്ച് സാധനങ്ങളായിരിക്കും. ഇപ്പം ഗാർഡിയൻസിൽ റോക്കറ്റ് റക്കൂൺ അങ്ങനെ ഉണ്ടല്ലോ കുറച്ച്. അപ്പം അതുപോലൊരു മുതൽ ക്രിപ്റ്റോ ദ ഡോഗ്, അമ്മോ വിഷയം. ഇത് നമുക്കറിയാം, കോമിക്സും ഇതൊക്കെ വായിക്കുന്നവർക്ക് മെയിൻ സ്ട്രീം സൂപ്പർ ഹീറോ ഫിലിംസ് മാത്രം ഫോളോ ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ അറിയില്ല. പക്ഷേ കോമിക്കും കാർട്ടൂണൊക്കെ കാണുന്നവർക്ക് അറിയാവുന്ന ഒരു ക്യാരക്ടറായിരിക്കും ക്രിപ്റ്റോ. സൂപ്പർമാൻ്റെ ഡോഗാണ്, പെറ്റ് ഡോഗാണ്. ക്രിപ്റ്റോയും നമ്മുടെ ഒരു സൂപ്പർ മാൻ്റെ പോലെ തന്നെ ഒരു സൂപ്പർ പവറുള്ളൊരു ക്രീച്ചറാണ്. സോ ക്രിപ്റ്റോ അഴിഞ്ഞാടി വിട്ടൊരു പടമാണ്. എല്ലാ സ്ക്രീനിലും ജസ്റ്റ് വന്ന് ചുമ്മാ സ്കോർ ചെയ്തിരിക്കുന്നത്. ചില സീനിൽ സൂപ്പർമാൻ ഒപ്പമുള്ള സീനിൽ സൂപ്പർമാനെ മേലെ സ്കോർ ചെയ്യാൻ ക്രിപ്റ്റോനെ അയക്കുന്നത്. സോ ജെയിംസ് ഗണ്ണിൻ്റെ ഫിലിമിൽ ആനിമൽസ് സ്കോർ ചെയ്യുക സ്വാഭാവികമാണ്. സോ പിന്നെ അതുപോലെ മിസ്റ്റർ ടെറിഫിക്, കിഡിലൻ ക്യാരക്ടർ. എനിക്ക് ഇന്നേ വരെ ആ ഒരു ക്യാരക്ടർ ഈ സിനിമ അനൗൺസ് ചെയ്യുന്നവരെ, ഈ സിനിമയിൽ ആർക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ആഡ് ചെയ്യുന്നു അവർ പറഞ്ഞവരെ ഇങ്ങനെ ഒരു ക്യാരക്ടർ മുമ്പേ DC കോമിക്സിൽ ഉണ്ടായിരുന്നു എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ബട്ട് ഞാൻ ഈ ഒരു ഇത് കണ്ടപ്പം ഞാൻ കുറച്ച് ബാക്ക് സ്റ്റോറിയൊക്കെ തപ്പി നോക്കി. അപ്പം അങ്ങനെ മനസ്സിലായി. അപ്പം വളരെ സീറ്റായ ഇല്ലെങ്കിൽ അത്ര വെൽ നോൺ അല്ലാത്തൊരു ക്യാരക്ടറൊക്കെയാണ് ഈ മിസ്റ്റർ ടെറിഫിക്. അങ്ങനത്തെ ക്യാരക്ടേഴ്സിനൊക്കെ നിപ്പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് വളരെ പോപ്പുലറാക്കി, അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ കുപ്പയിൽ നിന്നൊക്കെ എടുത്ത് മാണിക്യത്തിലേക്ക് ചെത്തി മിനിക്കുന്ന ഒരു സെറ്റപ്പാണ് ജെയിംസ് ഗണ്ണിൻ്റെ പണ്ട്. അങ്ങനെ ഒരു ചെയ്തൊരു ക്യാരക്ടറാണ് മിസ്റ്റർ ടെറിഫിക്. കിഡിലൻ ക്യാരക്ടർ. അങ്ങനെ ഒരു വൈബ്, ഒരു പക്ക ഒരു ഫ്രണ്ട്ലി ക്യാരക്ടറാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറെ സൂപ്പർമാൻ്റെ ഒരു ഫ്രണ്ടായിട്ടാണ് ഈ സിനിമ കാണിച്ചത്. സോ അങ്ങനെ ഒരു ഫ്രണ്ട്സിനൊക്കെ കിട്ടാൻ നമുക്കും ആ ഒരു ക്യാരക്ടറെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കും തോന്നും. സോ അങ്ങനെ ഒരു കിഡിലൻ ക്യാരക്ടറാണ് മിസ്റ്റർ ടെറിഫിക്. അങ്ങനെ അവിടെ ഈ ഒരു ടീം മൊത്തം ജസ്റ്റിസ് ഈ സൊസൈറ്റിയോ അങ്ങനെ ആ ഒരു ജസ്റ്റിസ് ഗ്യാങ്ങോ ആ ഒരു ടീം മൊത്തം സെറ്റായിരുന്നു. യെസ്, ക്യാരക്ടേഴ്സൊക്കെ എല്ലാം പക്ക അടിപൊളിയായിരുന്നു. പല നമ്മൾ എന്താ പറയുക, സ്നൈഡർ വേഴ്സ് കണ്ട ക്യാരക്ടേഴ്സിനും അവരുടെ ഒരു ഇതും സ്റ്റീരിയോ ടൈപ്സ് ഒക്കെ ബ്രേക്ക് ചെയ്ത് പക്ക കോമിക്കിൽ എങ്ങനെയാണ് ക്യാരക്ടേഴ്സ് അത് തന്നെ ജെയിംസ് ഗൺ ലൈവ് ആക്ഷനിലേക്ക് ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ത്രൂ ഔട്ട്. യാതൊരു തരത്തിലും ടൈം വേസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. കാരണം നമുക്കറിയാം സൂപ്പർമാൻ എങ്ങനെയാണ് സൂപ്പർമാൻ ആയത്. മറ്റൊരു പ്ലാനറ്റിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചതാണ്, ഒരു ഏലിയനാണ്, എക്സ്ട്രാ ടെറസ്ട്രിയൽ ക്രീച്ചറാണ്. അങ്ങനെ അതൊക്കെ നമ്മൾ മാൻ ഓഫ് സ്റ്റീൽ അങ്ങനെ കുറേ സിനിമ കണ്ടതാണ്. പക്ഷേ അങ്ങനെ ആ ബാക്ക് സ്റ്റോറി ഫ്ലാഷ് ബാക്കൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുമല്ലാണ്ട് കാണിച്ച സമയമൊന്നും പോക്കുന്നില്ല. 2 മണിക്കൂറിന് താഴത്താണ് ഡ്യൂറേഷൻ തന്നെ പടത്തിൻ്റെ. പിന്നെ നമ്മൾ സൂപ്പർമാൻ്റെ ഒരു തേർഡ് ഇയർ സൂപ്പർമാനായിട്ട്, ക്ലാർക്കിൻ്റെ സൂപ്പർമാനായിട്ട് ഒരു 3 വർഷം കഴിഞ്ഞിട്ട് ശേഷമുള്ള കഥയാണ് കാണിക്കുന്നത്. ഓൾറെഡി അങ്ങനെ ഒരു ഹീറോ അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ആ യൂണിവേഴ്സിൽ വേറെയും കുറേ ഹീറോസ് ഉണ്ട്. അങ്ങനെയൊക്കെ വളരെ എന്താ പറയുക, ക്വിക്ക് ഇൻ ടു ദ സ്റ്റോറിയാണ്. അതൊക്കെ വളരെ നമ്മളെ വെറുപ്പിക്കാണ്ട് സ്ട്രൈറ്റ് പോയിൻ്റ് ആക്കിയിട്ട് ഇതൊക്കെ വളരെ നല്ലൊരു പോസിറ്റീവായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ CGI VFX ഒക്കെ സെറ്റാണ്. അവിടെയും ഇവിടെ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ ഞാൻ 3D കണ്ടുകൊണ്ട് എനിക്കത് നന്നായി നോട്ടീസ് ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ OTT വരുമ്പോൾ 2D കാണുമ്പോൾ നിപ്പിക്ക് ചെയ്തെടുക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒരു CGI ഇളകിയതൊക്കെ നമുക്ക് കാണാം. ട്രെയിലറും ടീസറിലും ഞാൻ ചെറുത് അവിടെ ഇവിടെയും നോട്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നും പറയാനില്ല. പിന്നെ സിനിമാറ്റോഗ്രാഫി കിഡിലനാണ്, വിഷ്വൽ ട്രീറ്റാണ്. എസ്പെഷ്യലി ഒരു ബ്ലാക്ക് ഹോൾ സീനൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ ലൈറ്റിൻ്റെയൊക്കെ കുറേ പരിപാടി കണ്ണിന് നിങ്ങൾക്ക് ഫീസ്റ്റാണ്. 3Dയും അത്യാവശ്യം സെറ്റാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ ഓക്കെ വർത്ത് പൈസ കൊടുത്തതിന് അത്യാവശ്യം വർത്തായ ഒരു 3D എന്ന് പറയുന്നത് ഇതാണ്. ചില കാര്യങ്ങളൊക്കെ പുറത്തേക്ക് അടിച്ചാൽ അങ്ങനെ ഒരു തീപ്പൊരി, അതുപോലെ കുറേ ഇതിൽ ഫുള്ള് ബിൽഡിങ് പൊട്ടൽ, സൂപ്പർമാനാണ്, എൻ്റെ ഏരിയൽ ഫൈറ്റ്, മറ്റേ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ വേറെ അതിൻ്റെ ട്രെയിലറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പല്ല് സൂപ്പർമാൻ പഞ്ച് ചെയ്തിട്ട് ഒരു ചങ്ങാതിൻ്റെ പല്ലൊക്കെ ഇങ്ങനെ സ്ക്രീനിലേക്ക് തെറിക്കുന്നത്. അതൊക്കെ 3Dയിൽ ലിറ്ററലി എടുത്ത് വന്ന് നിൽക്കും. അങ്ങനെ കുറേ 3Dയിൽ കുറച്ച് അടിപൊളി എലമെൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയും സെറ്റാണ്, ടെക്നിക്കലി ടോപ്പ് നോച്ച്. പിന്നെ റേഷ്യോ ഇരുന്നത് നമുക്ക് ഐമാക്സ് ഷോട്ട് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഫ്ലാറ്റ് സ്ക്രീൻ റേഷ്യോ ആണ്. നിങ്ങൾ വൈഡ് സ്ക്രീനിലെ തിയേറ്റേഴ്സിൽ പോയാൽ നിങ്ങൾക്ക് ബ്ലാക്ക് ബാർ കിട്ടും. അല്ലെങ്കിൽ എപ്പിക് PXL ഐമാക്സ് പോലുള്ള ഫ്ലാറ്റ് സ്ക്രീൻ ബിഗ് റേഷ്യോ ഉള്ള തിയേറ്റർ പോലെ സ്ക്രീൻ നിങ്ങൾക്ക് ഫുള്ളായി കാണാൻ പറ്റും. സോ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കില്ല സ്ക്രീനിൻ്റെ ഒന്നും. പടത്തിലേക്ക് കയറിയാൽ തുടക്കം മുതൽ ഒടുക്കം വരെ ആ ഒരു വൈബിൽ ഒരു കോമിക്ക് വായിച്ച് തീർക്കുന്നതിന് ഇമോഷണലി ഹുക്കായി അഡ്രിനലി ഒക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ആയിട്ട് നിങ്ങൾ എൻജോയ്മെൻറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്ന് പറയാം. കരയിച്ച് വിടുക അല്ലെങ്കിൽ ഓവർ ഡാർക്കാക്കി സ്നൈഡറിൻ്റെ മാതിരി മറ്റേ തലവെട്ടൽ അങ്ങനെയൊന്നുമില്ല. ഫുൾ അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ്, ഒരു കോമിക്കൊക്കെ വായിച്ച് നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒന്ന് ചിരിച്ച് നിങ്ങൾക്ക് കുറേ തമാശ സീനൊക്കെ ഉണ്ട്. അങ്ങനെ പോരുന്നൊരു ജോളി വൈബ് സൂപ്പർ ഹീറോ ഫിലിം അല്ലെങ്കിൽ സൂപ്പർമാൻ ഫിലിം. ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് എ ഫ്രഷ് എയർ ഫ്രം DC. കാരണം കരിയും പുകയൊക്കെ വിട്ടു നമ്മുടെ പുതിയൊരു യൂണിവേഴ്സിന് ഒരു ബ്രൈറ്റ് തുടക്കം. ഹോപ്പ് എന്നാണ് സൂപ്പർമാനെ അറിയപ്പെടുന്നത്. ഹോപ്പിൻ്റെ സിംബലൈസ് ചെയ്തിട്ടാണ്
സോ ഹോപ്പ് എന്താണ് സൂപ്പർമാൻ ഈ ജനങ്ങളുടെ ഇടയിൽ എത്രത്തോളം ഒരു ഹോപ്പ് ഇത് കാരണം സൂപ്പർമാൻ പലതവണ അടിയിട്ട് വീഴുമ്പോൾ ആൾക്കാർ ഈ പബ്ലിക് മാസസ് ആ സിറ്റിസൺസ് തന്നെ നമ്മുടെ ഗോത്തമല്ല സോറി മെട്രോപോളിസിൻ്റെ പോയിട്ട് സൂപ്പർമാനെ എണീപ്പിക്കുന്നുണ്ട്, സൂപ്പർമാനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് സൂപ്പർമാൻ എന്ന ക്യാരക്ടർ ജനങ്ങളുടെ ഇടയിൽ എത്രത്തോളം ഒരു 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 അവരുടെ ഒരു മസായ, അവരുടെ ഒരു രക്ഷകനാണെന്നുള്ള രീതിയിൽ, അവരുടെ ഒരു ഹോപ്പ് ആണെന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ സൂപ്പർമാൻ വില്ലനാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പരാമർശങ്ങൾ വരുമ്പോൾ പോലും എങ്ങനെയൊക്കെയാണ് ഈ ഒരു ക്യാരക്ടർ റൈസ് അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ടോട്ടൽ ഒരു എസൻസ്. അത് ജെയിംസ് ഗൺ ആസ് യൂഷ്വൽ നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാ മ്യൂസിക്കും സെറ്റാണ്, മ്യൂസിക് അടിപൊളിയാണ്. ഐ മീൻ അതായത് ജെയിംസ് ഗണ്ണിൻ്റെ ചില ക്ലാസിക് ജെയിംസ് ഗൺ പരിപാടികളുണ്ട്, ടിപ്പിക്കൽ ജെയിംസ് ഗൺ പരിപാടികൾ. ചില പഴയ ബാൻഡുകളിൽ നിന്ന് കുറച്ച് അടിപൊളി മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ഒരു സ്ലോ മോഷൻ ഫൈറ്റ് സീൻസൊക്കെ നമ്മുടെ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി അതിലൊക്കെ നമ്മൾ കുറേ കണ്ടിട്ട് സ്ലോ മോഷൻ, മറ്റേ യോണ്ടു എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഒക്കെ ഒരു സ്ലോ മോഷൻ, പിന്നെ റോക്കറ്റ് റക്കൂൺ ഇവരൊക്കെയുള്ള ഗാർഡിയൻസിലൊക്കെ ഞങ്ങൾ കുറേ കണ്ടിട്ടുണ്ട്. അതുമാതിരി കുറച്ച് 2-3 സീൻസ് ഇതിലുണ്ട്. ആ ഒരു ട്രാക്കുകൾ പിന്നെ ഈ സിനിമയിൽ പെർഫെക്റ്റ് പ്ലേസിങ് ആയിരുന്നു. ഗണ്ണിൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് പ്ലേസിങ് ആണ് ഈ ട്രാക്കുകൾ. അത് നമ്മൾ പിന്നെ ഈ സിനിമ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രാക്കുകൾ നമ്മൾ ചിലപ്പോൾ റിപ്പീറ്റ് അടിച്ച് കേൾക്കും. അങ്ങനത്തെ ഒരു ട്രാക്ക് ഇതിലുണ്ട്. ഏതാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നിങ്ങൾ പടം കണ്ടിട്ട് തന്നെ മനസ്സിലാവും. പിന്നെ ക്യാമിയോ മീൻസ് ഈ ഒരു യൂണിവേഴ്സ് ഇനി ബിൽഡപ്പ് ചെയ്ത് പോകണം. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ളൂ DC. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ചെറിയ ഹിൻസ് അവിടെ എവിടെയും ക്യാമിയോ അതുമാതിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ സോ യാ ഇറ്റ് വാസ് ഗ്രേറ്റ്, ഇറ്റ് വാസ് നൈസ്. സോ ഐ ആം ടോട്ടലി സാറ്റിസ്ഫൈഡ് ആസ് എ സൂപ്പർമാൻ ആൻഡ് DC ഫാൻ. ആൻഡ് ജെയിംസ് ഗൺ ഈ ഒരു DCൻ്റെ പുതിയ സിനിമാറ്റിക് യൂണിവേഴ്സ് ഈസ് പെർഫെക്റ്റ്ലി ഇൻ ദ സേഫസ്റ്റ് ഹാൻഡ്. അതുകൊണ്ട് ഇനിയിപ്പോൾ കണ്ണും പൂട്ടി ജെയിംസ് ഗണ്ണിനെ വിശ്വസിക്കാം. വരാൻ പോകുന്ന എല്ലാ ഇൻസ്റ്റാൾമെൻറ്റിനും ഞാൻ ഹൈപ്ഡാണ്. സൂപ്പർ ഗേൾ അതുപോലെ കുറേ വരാനുണ്ട്. ബാറ്റ്മാൻ ബ്രേവ് ആൻഡ് ബോൾഡ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് വരാനുണ്ട്. പിന്നെ പീസ് മേക്കർ സീസൺ 2, പീസ് മേക്കറൊക്കെ ഈ യൂണിവേഴ്സിൽ തന്നെയാണ്, ഈ പടത്തിൽ തന്നെ കൺഫേം ആണ്. സോ അങ്ങനെ കുറേ അടിപൊളി സാധനങ്ങളൊക്കെ വരാനുണ്ട്. കളർഫുൾ ആവട്ടെ സൂപ്പർമാനെ പോലെ തന്നെ. സോ എന്തായാലും നിങ്ങൾ സൂപ്പർ ഹീറോ അല്ലെങ്കിൽ DC ഫിലിംസിൻ്റെ ഫാനാണ് എന്ന കണ്ണും പൂട്ടി നിങ്ങൾ മസ്റ്റായി തിയേറ്ററിൽ പോയി കാണണം. അല്ലെങ്കിൽ നിങ്ങൾ സൂപ്പർ ഹീറോ ഫിലിം ഒന്നും ഫോളോ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് മക്കളെയും കൊണ്ട് ഒക്കെ ഒരു ജോയ് വൈബ്, മക്കൾക്ക് 3Dയുടെ ഒരു സാധനം ഇപ്പം നല്ല രീതിയിൽ കാണിക്കാൻ, ജസ്റ്റ് 3D എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാൻ, അവർക്കൊരു കുറച്ച് നേരം 2 മണിക്കൂർ പോപ്കോണൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനാണെങ്കിലും മക്കളൊന്നല്ല എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അതേപോലെ ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ എലമെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു അടിപൊളി പോപ്കോൺ പടം അല്ലെങ്കിൽ ഒരു എൻ്റർടൈനറാണ് സൂപ്പർമാൻ. ഇനി യൂണിവേഴ്സ് ബിൽഡപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സ്റ്റോറി ഈ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു MCU ഒക്കെ പോലെ നമ്മൾ ഇൻഫിനിറ്റി സാഗ ബിൽഡ് ചെയ്ത ഒരു പ്രോപ്പർ സ്ട്രക്ചർ അങ്ങോട്ടാണ് പോകുന്നത്. ഒരു ബിഗ് ഗെയിമിലേക്ക്, എൻഡ് ഗെയിമൊക്കെ പോലെ ഒരു ബിഗ് ബാങ്ങിലേക്ക് പോകും ഒക്കെ വഴിയെ മനസ്സിലാവും. സോ ആസ് എ സ്റ്റാർട്ട് ദിസ് വാസ് റിയലി ഇംപ്രസീവ് ആൻഡ് ഫൺ. സോ ഞാൻ പോയപ്പോൾ കുറേ കുട്ടികളെ കാണിക്കാൻ വേണ്ടി വന്ന പാരൻസ് ആയിരുന്നു. പിന്നെ അവരും എൻജോയ്, പാരൻസ് ജസ്റ്റ് കുട്ടിയൊക്കെ ഇപ്പം ഒരു പടം കാണിക്കണം എന്നുള്ള രീതിക്ക് ഉണ്ടായത്. പക്ഷേ പാരൻസും അത് ഗ്രാജുവലി എൻജോയ് ചെയ്യുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ കുറേ DC ഫാൻസും ഈസ്റ്റർ എഗ്ഗും കാര്യങ്ങളൊക്കെ കണ്ടപ്പം റിയാക്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ മനസ്സിലായി DC ഫാൻസും ഉണ്ട്. സോ ഇറ്റ് വാസ് എ ഗുഡ്, ഒരു പാക്ഡ് തിയേറ്ററിനൊക്കെ കാണാൻ പറ്റിയ ഒരു നല്ലൊരു സാധനം തന്നെയാണ് സൂപ്പർമാൻ. സോ നിങ്ങൾക്ക് പടം എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. ഐ എം ടോട്ടലി സാറ്റിസ്ഫൈഡ്. ആൻഡ് ഇപ്പം തന്നെ 20 മിനിറ്റായി. ഞാനത് 10 മിനിറ്റിൽ ചുരുക്കാൻ വിചാരിച്ചിരുന്നു. പക്ഷേ സൂപ്പർമാൻ എന്നുള്ള ക്യാരക്ടറോടുള്ള അത്രയും ഒരു ഫേവററ്റിസം കാരണം നീണ്ടുപോയി. ഇനി വരാൻ പോകുന്ന റിവ്യൂസൊക്കെ നമ്മുടെ ചാനലിൽ മിനിമലായിരിക്കും, ഒരു മാക്സ് 12 മിനിറ്റൊക്കെയോ പോകും. ആൻഡ് ഇത് തീർക്കുന്നതിന് മുന്നേ എനിക്ക് ഇത്രയും നേരം ഞാൻ ഈ സിനിമേൻ്റെ പോസിറ്റീവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ സിനിമേൻ്റെ പോസിറ്റീവല്ല, ഈ വേറെ ഒരു 2-3 ഒരു കമ്മ്യൂണിറ്റീനെ തെറിയും കൂടെ വിളിച്ചിട്ട് എനിക്ക് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ പറ്റൂ. അതിന് ഈ സിനിമയായിട്ടൊരു ബന്ധമില്ല. സിനിമ ഈസ് ഗുഡ്. ഈ ഇന്ത്യൻ സെൻസർ ബോർഡ് CBFC ഓർ സംതിങ്, ഇന്ത്യൻ സെൻസർ ബോർഡിൻ്റെ തള്ളക്കും തന്തക്കും ഞാൻ ഈ സമയത്ത് വിളിക്കാൻ ഈ സമയം എടുക്കുകയാണ്. ഇത്ര ഗതികെട്ട ഇമ്മച്വറായ ഒരു സെൻസർ ബോർഡ് വേറൊരു രാജ്യത്തും കാണില്ല. ഇത്ര ഗതികെട്ട് ജസ്റ്റ് ഇതിലെ ഞാൻ തുറന്നു പറയാം, ഇതിലൊരു ജസ്റ്റ് 1-2 കിസ്സിങ് സീനുണ്ട്. അത് വൾഗറായിട്ടോ സെക്ഷലൈസ്ഡ് ആയിട്ടോ ഉള്ള ഒരു സ്റ്റീമി കിസ്സിങ് സീനല്ല, ജസ്റ്റ് ഒരു നോർമൽ കിസ്സിങ്. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ പബ്ലിക്കിൽ ഇറങ്ങിയാൽ പോലും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ കിസ് സീൻ. അത് ഇവന്മാർ കത്രിക വെച്ച് ട്രിം ചെയ്തും സെൻസർ ചെയ്തും പൂര കട്ടിങ്. അത് എന്തിൻ്റെ ആവശ്യം? ഇവന്മാർ കിസ്സിങ് സീനൊക്കെ സെൻസർ ചെയ്യാം, പക്ഷേ അവർക്ക് വേറെ മാർക്കോലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്രത്തോളം ഗോർ ഓർ വയലൻസ്, അല്ലെങ്കിൽ തലവെട്ടലും മറ്റേത് വെട്ടലും, പിന്നെ അല്ലാണ്ട് കുറേ ബോളിവുഡ് സിനിമയിൽ ബോഡിയൊക്കെ ഓവറായിട്ട് കാണിക്കുന്ന കുറേ ഐറ്റം സോങ്സ്,
അല്ലെങ്കിൽ കുറേ ല്യൂഡ് അല്ലെങ്കിൽ എന്താ പറയുക ഓവർ ഗ്രാഫിക്സ് കണ്ടൻറ്റൊക്കെ കുറേ ഇന്ത്യൻ മൂവീസ് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് എങ്ങനെ ഒരു സെൻസർ ബോർഡ് പാസ്സാക്കി, അല്ലെങ്കിൽ ഇതൊക്കെ തിയേറ്ററിൽ നിന്ന് നമുക്ക് അത്യാവശ്യം തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴൊക്കെ ഇതൊക്കെ എങ്ങനെ തിയേറ്ററിൽ പാസ്സാക്കി വിട്ടെന്നൊക്കെ തോന്നുന്ന സീനൊക്കെ അങ്ങനെയൊക്കെ അവർക്ക് പാസ്സാക്കിയിടാം. പക്ഷെ ഒരു നോർമൽ ഒരു കിസ്സിങ് സീൻ അവന്മാർക്ക് കത്രിക കയറ്റണം. അതും പ്രോപ്പറായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ ആ സീൻ മൊത്തം കട്ട് ചെയ്യുക. ഇത് പറഞ്ഞാൽ കിസ്സിങ്ങിൻ്റെ ഓരോരോ സെക്കൻഡ് ബിറ്റായിട്ടൊക്കെ വിട്ട് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ലോജിക് വർക്ക്സ് ഇൻ ഇന്ത്യൻ സെൻസർ ബോർഡ് ലൈക്ക് ദിസ്. അത് ഇന്നും നിലയും തുടങ്ങിയല്ല, എത്രയോ കൊല്ലം മുന്നേ കത്രിക വെച്ച് എത്രയോ നല്ല സിനിമകളുടെ നല്ലൊരു മൊമെൻറ്റ്സ് ഇവർ റോയിൻ ചെയ്തിരിക്കുന്നത്. അതിലേക്കുള്ളൊരു പുതിയ അഡീഷനാണ് സൂപ്പർമാൻ. അത് ലോയ്സ് ആൻഡ് ക്ലാർക്കിൻ്റെ കിസ്സിങ് എന്നൊക്കെ പറയുമ്പോൾ ഫാൻസിന് അത്ര അതൊരു മാസ്റ്റർ പീസാണ്. അതിൻ്റെ മേലെ കത്രിക കയറ്റുക, അതും വൾഗറും അല്ല സെക്ഷലൈസ്ഡും അല്ല, അതിലും മോശം കാര്യങ്ങളൊക്കെ പച്ചക്ക് കാണിക്കുന്ന സിനിമകളെ പാസ്സാക്കി വിടും. ഇത് ജസ്റ്റ് ഒരു 1-2 സെക്കൻഡ് ഇരുന്ന് കിസ്സിങ് സീനിൻ്റെ മേത്ത് കത്രിട്ട് ഇത് നന്നാവാനൊന്നും പോകുന്നില്ല. പണ്ട് ഓപ്പൺഹൈമറിൻ്റെ ടൈം മറ്റേ ഫ്ലോറൻസ് പ്യൂവിൻ്റെ ന്യൂഡി സീനിലൊക്കെ മറ്റേ പൊന്നാട എണീച്ച് എന്ന് പറഞ്ഞിട്ട് കുറേ ട്രോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടും പഠിക്കുന്നില്ല. അതൊക്കെ പിന്നെയും നോക്കാം, ന്യൂഡ് സീനാണ്, ഫുൾ ഫ്രണ്ടൽ ന്യൂഡാണ്, ബോഡി തന്നെ എക്സ്പോസിങ് ആണ്, ഒരു ഫീമെയിൽ ബോഡി. ബട്ട് അതൊക്കെ ഓക്കെ, പൊന്നാട എണീച്ചാലും ശരി. ഇതൊക്കെ എന്തിനാ കത്രിയൊക്കെ? പക്ഷേ മാർക്കോ പോലത്തെ ഫിലിമിൽ കുറേ ടോർച്ചറിങ് നല്ല കാര്യങ്ങളൊക്കെ, അതുപോലെ ബോളിവുഡ് ഐറ്റം സോങ്സൊക്കെ അതൊക്കെ അതും അവർക്ക് പാസ്സാക്കി വിടാം. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇതിൽ സൂപ്പർമാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറോട് ലെക്സ് ലൂഥറിന് എങ്ങനെയാണോ ഈ ഒരു ഗ്രഡ്ജുള്ളത്, അതുപോലെ എന്തോ ഒരു ഗ്രഡ്ജ് ഈ സിനിമയിലെ കിസ്സിങ് സീനോട് ഐ തിങ്ക് ഇവർക്ക് ഉണ്ടെന്ന് തോന്നുന്നു, ഇന്ത്യൻ CBFന്. സോ ഇന്ത്യൻ സെൻസർ ബോർഡ് നന്നാവണം എന്നുള്ള ഒരു ഇത് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇനി നന്നായില്ലെങ്കിൽ ഇത് ഓഡിയൻസ് കയറി നിങ്ങളെ മേയും എന്നുള്ള ഒരു വാണിംഗ് കൂടെ തന്നുകൊണ്ട് അവരെ ഒന്ന് തെറി വിളിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആൻഡ് സൂപ്പർമാൻ വാസ് സൂപ്പർമാൻ.